നമസ്കാരം. വി.എസ്. സുനിൽകുമാർ ഇപ്പോൾ ഒരു വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഒരു വലിയ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വരാം. നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി.വി. അൻവറും നമ്മുടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ADGP M.R. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും അതിൻ്റെ തുടർ ചലനങ്ങളും നമുക്ക് ഈ ഒരു അവസരത്തിൽ അതും കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. അതായത് തൃശ്ശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന് നമുക്കറിയാം. തൃശ്ശൂർ പൂരം പോലെ ഇത്രയും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന മറ്റൊരു കലാരൂപവും അല്ലെങ്കിൽ ഒരു ഉത്സവവും കേരളത്തിൽ എങ്ങും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്താണ് അവിടെ വെടിക്കെട്ട് നടത്താൻ പാടില്ല, അവിടെ പൂരം നടത്താൻ പാടില്ല, അതിന് ചില നിബന്ധനകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിച്ചിരുന്നു. വി.എസ്. സുനിൽകുമാർ അപ്പം ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി DGP തലത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് ഏകദേശം 4 മാസങ്ങൾ പിന്നിടുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല മൊഴിയെടുപ്പുകളും നടന്നിട്ടുമുള്ളതായി വി.എസ്. സുനിൽകുമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അന്വേഷണം എത്രത്തോളം എത്തി, എന്താണ് അന്വേഷണത്തിൻ്റെ ഒരു അവസാന കൺക്ലൂഷൻ എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം ഒരു പരാതിയൊക്കെ നൽകി. ആ പരാതിയെ തുടർന്ന് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ വി.എസ്. സുനിൽകുമാറിൻ്റെ ഒരു പരാമർശത്തിന് കാരണം. അന്വേഷണം നടക്കുന്നതായി യാതൊരു വിധത്തിലുള്ള രേഖകളും ഇവിടെ ഇല്ല എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അന്വേഷണത്തിൽ ഈ പറയുന്ന പോലെ കൃത്യമായ അന്വേഷണം നടക്കുകയും ചെയ്തു, അവിടെ ചില മൊഴിയെടുപ്പുകളും നടന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർ DGPയുടെ ഓഫീസിൽ നിന്ന് ഈ തരത്തിലൊരു മറുപടി വന്നത്? ഞങ്ങൾ അന്വേഷണം നടന്നിട്ടേയില്ല, അങ്ങനെ തന്നെ അന്വേഷണം നടന്നതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും ഞങ്ങളുടെ ഓഫീസിലില്ല. ഇതാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട മറുപടി? ഒരിക്കലുമല്ല. അതിന് കൃത്യമായി എവിടെയാണ് അന്വേഷണം നടന്നത്, ഏതൊക്കെ കാര്യങ്ങൾ അന്വേഷണം നടന്നിട്ടുണ്ട്, ഇതല്ലേ പുറത്തു വരേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വി.എസ്. സുനിൽകുമാർ പറഞ്ഞത് ഇതിനകത്ത് ഗൂഢമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം അന്നത്തെ ദിവസം VHPയും അതായത് വിശ്വ ഹിന്ദു പരിഷത്തും RSSും സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പൂരം കഴിഞ്ഞതിന് ശേഷമാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആർക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായത്? തീർച്ചയായും BJPക്ക് അനുകൂലമായിട്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇത്രയും കാലം പരാജയപ്പെട്ട് നിന്ന സുരേഷ് ഗോപി ഒടുവിൽ വിജയിച്ച് കേന്ദ്രമന്ത്രിയാകുന്ന സ്ഥിതിയിലേക്കും എത്തി. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിനകത്ത് ഇടത് കക്ഷികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ആ പറയുന്ന പൂരം കലക്കുന്ന ആ സമയത്ത് അവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായിരുന്നെന്നും RSS ഉണ്ടായിരുന്നുവെന്നും വി.എസ്. സുനിൽകുമാർ തന്നെ അടങ്കൽ പറയുന്നുണ്ട്, വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആ സുരേഷ് ഗോപി വന്നത് എങ്ങനെയാണ്? സുരേഷ് ഗോപി ഇവിടെ നിന്നൊരു ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. അത്രയ്ക്ക് എമർജൻസി ആയിട്ട് അദ്ദേഹം അവിടെ ഓടിപ്പിടിച്ചെത്തിയിട്ട് വലിയ ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും വലിയ വാദോരാത്ത രീതിയിൽ പറയുകയും ചെയ്തു. പക്ഷെ അന്നും ആ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞങ്ങൾ സുരേഷ് ഗോപിയെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ വേണ്ടി സുരേഷ് ഗോപിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും സുരേഷ് ഗോപി എങ്ങനെ അവിടെ എത്തി? എന്തിന് അവിടെ എത്തി? എന്തിനാണ് VHPക്കാരും RSSകാരും അവിടെ ഉണ്ടായിരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? VHPക്കാരുടെ നേതാക്കന്മാരുടെയും RSS നേതാക്കന്മാരുടെയും ഉദ്ദേശം എന്തായിരുന്നു? ഇതൊക്കെയല്ലേ ശരിക്കും തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്? ഇതൊക്കെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലേ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടേണ്ടിയിരുന്നത്? ദേവസ്വം ബോർഡിൽ നിന്ന് ഒരാൾ പോലും സുരേഷ് ഗോപി വിവരം അറിയിക്കാഞ്ഞിട്ട് പോലും സുരേഷ് ഗോപി എങ്ങനെ അവിടെ എത്തി, എന്തിനവിടെ വന്നു എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷണം നടക്കേണ്ടതല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മറച്ചു പിടിക്കലുകൾ ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം ഈ പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെ അന്വേഷണം നടത്തിയിട്ടില്ല, 4 മാസത്തിന് ശേഷം പറയുന്ന കാര്യമാണിത്. അപ്പം ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് പി.വി. അൻവർ ആരോപിക്കുന്നത് പോലെ തന്നെ ഇവിടെ കൃത്യമായി ഒരു കാവ്യവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സംസ്ഥാന പോലീസിൽ കാവ്യവൽക്കരണം നടക്കുന്നുണ്ട്. അത് മേൽത്തട്ടിലുള്ളവർക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇവിടെ നിരവധിയായ അതായത് IPS IAS ഉദ്യോഗസ്ഥന്മാരെ പലരെയും ചാക്കിട്ടു. നമുക്കറിയാം, TP സെൻകുമാറിൻ്റെ അവസ്ഥ നമുക്കറിയാം, കമാൽ പാഷയുടെ അവസ്ഥ നമുക്കറിയാം. അപ്പം ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ എങ്ങനെയും വളച്ചു തിരിച്ച് RSSലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന പാർട്ടി വികസന പരിപാടി.
അപ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലൂടെ അവർക്ക് കിട്ടിയ അവസരമാണ്. പണ്ടറിയാമല്ലോ, പി ശ്രീധരൻപിള്ള പച്ചയ്ക്ക് പറയുകയും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞാണ് ശബരിമല വിഷയത്തെക്കുറിച്ച്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ശ്രീധരൻപിള്ള ഈ പറയുന്ന പാർട്ടിയുടെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം കുറച്ചുകൂടെ റിബലായിട്ട് ചിന്തിക്കുകയും സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പി എസ് ശ്രീധരൻപിള്ള ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ ലഭിച്ച ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, പക്ഷെ അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ. അപ്പോൾ പൂരത്തെ അവർ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ADGP MR അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു, IPS ഉദ്യോഗസ്ഥർ ആ സ്പോട്ടിലുണ്ടായിരുന്നു. ഇത് VS സുനിൽകുമാർ വ്യക്തമാക്കിയ ചില കാര്യങ്ങളാണ്. MR അജിത് കുമാർ ആ സമയത്ത് അവിടെ എന്തിനു നിന്നു? അല്ലെങ്കിൽ തൃശ്ശൂരുണ്ടായിരുന്നത് നമുക്കറിയാം, തൃശ്ശൂരുണ്ടായിരുന്നു. അദ്ദേഹം അതിന് ഏകദേശം 1 വർഷം മുൻപ് തന്നെ അദ്ദേഹം അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്ലെ. അപ്പം ഈ രീതിയിൽ RSS പ്രമുഖനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായി പോലീസിലെ കാവ്യവൽക്കരണവും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് പൂരത്തെ അലങ്കോലമാക്കി. അല്ലാതെ കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നില്ല, അവിടെ പൂരം നടത്തരുത് എന്ന് കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നില്ല, വെടിക്കെട്ടിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ്. അതായത് മേലാവിലുള്ള മേലാഫീസർമാരുടെ ആരുടെയും ഒരു ഇതില്ലാതെ, അനുമതിയോ അല്ലെങ്കിൽ അറിവോ ഇല്ലാതെ ഇവിടെ ഈ പറയുന്ന കുറെ കീഴാഫീസർമാർ ചേർന്ന് നടത്തിയ കുൽസിതമായ ശ്രമമായിരുന്നു എന്ന് തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് പറയേണ്ടി വരും. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞാൽ മതിയോ? പോരാ. മുഖ്യമന്ത്രിയുടെ ഇപ്പം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ശശിക്കെതിരായി നടക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം. പലതും മുഖ്യമന്ത്രി അറിയുന്നില്ല, പല റിപ്പോർട്ടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നില്ല, അല്ലെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പോൾ കേരള പോലീസിൽ നടക്കുന്നുണ്ട്. കേരള പോലീസിന്റെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരല്ല, മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരു ശക്തമായ ഒരു കാവ്യവൽക്കരണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കൊല്ലം ജയിലിൽ അവിടെ ഒരു പുതിയ സൂപ്രണ്ട് മാറി വന്നപ്പോൾ അവിടെ വെള്ള എന്ന് പറയുന്ന ഡ്രസ്സ് മുണ്ടൊഴിവാക്കിക്കൊണ്ട് അവിടെ ജയിൽ കഴിയുന്നവർക്ക്, ജയിൽ പുള്ളികൾക്ക് കാവ്യ വസ്ത്രം ധരിപ്പിക്കാനുള്ള തീരുമാനം വന്നു. അവർക്ക് ഇനി മുതൽ കാവ്യ മുണ്ട് മതിയത്രേ. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എല്ലായിടത്തും പോലീസിന്റെ മേൽത്തട്ടിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു കാവ്യവൽക്കരണം നടക്കുന്നുണ്ട്. ഇതിന്റെ മകുടോദാഹരണമാണ് നമുക്ക് പൂരം കലക്കിയതിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഞങ്ങളാണ് പൂരത്തെ സംരക്ഷിക്കുന്നത്. സുരേഷ് ഗോപി അതിന് ശേഷം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു, തങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ പറയുന്ന വിശ്വാസങ്ങളെ എതിർക്കുന്നവരാണ് CPM, വിശ്വാസങ്ങളെ തകർക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിന്റെ പെടലേക്ക് കൊണ്ടുവെക്കുകയും ഒടുവിൽ അതിലൂടെ താൻ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു പാർട്ടി വിരോധമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ അദ്ദേഹം വോട്ട് നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം VS സുനിൽകുമാറിന്റെ ഈ ആരോപണത്തെ വളരെ നിശ്ചിതമായി തന്നെ, അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം ഈ പറയുന്ന വിവരാവകാശ കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്കും ഇദ്ദേഹം ഇത് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്, പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാവണം. എന്തിനു വേണ്ടി പിന്നെ മൊഴിയെടുത്തു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ട് പൂരം കലക്കിയത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു വന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ സർക്കാരിന് മുഖം രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. സർക്കാരിന് ഈ പൂരം കലക്കിയതിനകത്ത് യാതൊരു പങ്കുമില്ല. അങ്ങനെ യാതൊരു നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആഭ്യന്തര വകുപ്പിന്റെ മേലാപ്പിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണമെങ്കിൽ, വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ തീർച്ചയായും കണ്ണടച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.